ഹലോ, അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതായത് ബാഗിൻ്റെ മെറ്റീരിയൽസ്, അതായത് ക്രോച്ച് വഴി, അതായത് നൂല് വെച്ചിട്ട് ഈ ഒരു ഫ്രെയിം വെച്ചിട്ട് എങ്ങനെയാണ് ബാഗ് ഉണ്ടാക്കുക, അപ്പം അതിൻ്റെ മെറ്റീരിയൽസ് ഒന്ന് കാണിച്ചു തരും. അതുപോലെ തന്നെ ബീഡ്സ് വെച്ചിട്ടുള്ള ബാഗ് എങ്ങനെയാണ് ഉണ്ടാക്കുക, അപ്പം അതിൻ്റെ മെറ്റീരിയൽസ് ഒന്ന് കാണിച്ചു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് പേര് പഠിപ്പിച്ച് തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മൾ ക്ലാസ് വെച്ചിട്ടുണ്ട്. അതായത് ഡിസംബർ 15-ാം തീയതിയാണ് നമ്മൾ ക്ലാസ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഫീസ് കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ എഴുതിയിട്ടുള്ള ബാഗും കൂടെ ഉൾപ്പെടുത്തിയത് കൊണ്ടാണ് നമ്മളത് ഫീസ് വാങ്ങാമെന്ന് വിചാരിച്ചത്. ഹെയർ അക്സസറീസിൻ്റെ എല്ലാ സംഭവങ്ങളും നമ്മൾ ഉണ്ടാക്കിയിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് ക്ലിപ്പ് മേക്കിംഗ് നമ്മൾ അതിൻ്റെ ഒരു ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാ സംഭവങ്ങളും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ ബാഗിൻ്റെ സംഭവവും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്ലാസ് എടുക്കുന്നുണ്ടോ, അതുപോലെ തന്നെ പഠിപ്പിച്ച് തരുമോ എന്നൊക്കെ. അപ്പോൾ നമുക്ക് ഫീസ് വരുന്നത് 1000 രൂപയാണ് ഫീസ് വരുന്നത്. അതിൽ 500 രൂപയുടെ മെറ്റീരിയൽസും ഉണ്ടാവും. അതുപോലെ തന്നെ 500 രൂപയാണ് നമ്മൾ ഫീസ് വാങ്ങുന്നത്. ഫീസ് വാങ്ങാതെ തന്നെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ബാഗ് ഉണ്ടാക്കാൻ കുറച്ചൊരു പണിയുണ്ട്. അപ്പം അതിൻ്റെ ആ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഫീസ് വാങ്ങാമെന്ന് വിചാരിച്ചത്. മറ്റുള്ളതിനൊന്നും വലിയ പണിയില്ല, പക്ഷേ ഈ ഒരു ബാഗിൻ്റെ സംഭവം ഉണ്ടാക്കണമെങ്കിൽ കുറച്ചൊരു പണിയുണ്ട്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഫീസ് വാങ്ങാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ 1000 രൂപയാണ് ഫീസ്, 500 രൂപയുടെ മെറ്റീരിയൽസും 500 രൂപയാണ് ഫീസും വരുന്നത്. അപ്പോൾ ജോയിൻ ആവാൻ താല്പര്യമുള്ളവർ നമ്മുടെ മെസ്സേജ് അയക്കുക. അപ്പോൾ ഫീസ് അടച്ചു കഴിഞ്ഞാൽ നമ്മൾ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യണതാണ്. ഡിസംബർ 15-ാം തീയതി നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതാണ്, ഫസ്റ്റ് ബാച്ച്. അത് ഫുള്ളായി കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് ബാച്ചാണ് നമ്മൾ തുടങ്ങുക. ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളോട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഈ ക്രോച്ച് ബാഗില്ല, ആ ഒരു ബാഗ് ഉണ്ടാക്കുന്ന മെറ്റീരിയൽസും അതുപോലെ തന്നെ ബീഡ്സ് വെച്ചിട്ട് നമുക്ക് ബാഗ് ഉണ്ടാക്കുന്ന മെറ്റീരിയൽസൊക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ. നെക്സ്റ്റ് നമ്മൾ ബാഗിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതാണ്. നമുക്ക് നേരം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ വീഡിയോസ് ഒന്നും ചെയ്യാത്തത്. ക്ലാസ് എടുക്കണമുണ്ട്, അതിൻ്റെ ഇടയിലാണ് നമ്മൾ ഇപ്പം ഇങ്ങനെ ഒരു കാര്യങ്ങളും ചെയ്യണത്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്രോച്ച് പറഞ്ഞിട്ടുള്ളൊരു ബാഗ്, ശരിക്കും അതിന് തന്നെ തോന്നുന്നുണ്ട് അതിൻ്റെ പേരിട്ട നൂല് വെച്ചിട്ടുള്ള, അതിന് വരുന്ന ഒരു ഫ്രെയിമാണ് ഈ ഒരു ഫ്രെയിം. ഈ ഒരു ഫ്രെയിം വെച്ചിട്ടാണ് നമ്മൾ അങ്ങനത്തെ ഒരു ബാഗ് നമ്മൾ ഉണ്ടാക്കുക. അപ്പം ആവശ്യമായിട്ട് വരുന്നത് നമുക്ക് ഇതുപോലത്തെ ഒരു ഫ്രെയിം ആവശ്യമാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 20 രൂപയാണ് ഈ ഒരു ഫ്രെയിമിൻ്റെ റേറ്റ് വരുന്നത്. അടുത്തത് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് നൂലാണ്. നൂല് വെച്ചിട്ടുള്ള ബാഗിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ അതിന് നമുക്ക് ഇതുപോലത്തെ നൂല് ആവശ്യമാണ്. പിന്നെ അത് അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടെ തുന്നി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇങ്ങനത്തെ ഈ ഒരു സംഭവം വരുന്നത്. പിന്നെ നിങ്ങൾക്കറിയാലോ, ചെയിൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ചെയിൻ കൊടുക്കുക, അതല്ല നൂല് തന്നെ നമുക്ക് വള്ളിയാക്കിയിട്ട് ഉപയോഗിക്കണം വെച്ചെങ്കിൽ അങ്ങനെയും കൊടുക്കുക. അപ്പോൾ അത്രയാണ് നമുക്ക് നൂല് വെച്ചിട്ടുള്ള ബാഗ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് വരുന്നുള്ളൂ. അടുത്തത് നമ്മൾ ബീഡ്സ് വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയിൻ വേണം. കണ്ട, ഇത് 1/2 മീറ്ററായിട്ടും 1/4 മീറ്ററായിട്ടൊന്നും കിട്ടില്ല കേട്ടോ. അത് കട്ട് ചെയ്യാൻ കുറച്ചൊരു പണിയാണ്. 1 മീറ്ററായിട്ട് തന്നെയാണ് നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ബീഡ്സിൻ്റെ ബാഗ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചെയിൻ വേണം. ചെയിനിൻ്റെ സിൽവർ ഗോൾഡ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ട്. പിന്നെ നമുക്ക് ആ ബാഗിൻ്റെ 2 സൈഡിലും കൊടുക്കണ ഈ ഒരു സംഭവം വേണം. അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കൊടുത്താലും മതി. അപ്പോൾ ഇത് വേണം. ബീഡ്സിൻ്റെ ബാഗ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സംഭവം വേണം. പിന്നെ നമുക്ക് ബീഡ്സ് വേണം. അത് ഗ്ലാസ് ബീഡ്സ് ആണ് കൊടുക്കണമെങ്കിൽ ഗ്ലാസ് ബീഡ്സ് കൊടുക്കുക. അതല്ല ക്രിസ്റ്റൽ ബീഡ്സ് ആണ് വെച്ചെങ്കിൽ ക്രിസ്റ്റൽ ബീഡ്സ് നമുക്ക് കൊടുക്കാം. അപ്പോൾ ക്രിസ്റ്റൽ ബീഡ്സ് ഒക്കെ ആകുമ്പോൾ നല്ല റേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് ഗ്ലാസ് ബീഡ്സ് ആണെങ്കിൽ നമുക്ക് അത്ര വലിയ റേറ്റ് കാര്യങ്ങളൊന്നും, ഒരു 600 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബാഗ് ഉണ്ടാക്കാം. പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് നൂല് വെച്ചിട്ടാണ് ബാഗ് ഉണ്ടാക്കുക എന്ന്. അപ്പം ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു നൂല് വെച്ചിട്ടാണ് ബാഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ കുറേ പേര് ഡൗട്ടുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്കൊരു ബാഗ് ഉണ്ടാക്കാൻ എത്ര ഗ്രാം ബീഡ്സ് വേണമെന്ന്. 1/2 കിലോനാണ് നമുക്കൊരു ബാഗ് ഉണ്ടാക്കാൻ വേണ്ടത്. 1/2 കിലോ നമുക്ക് ബീഡ്സ് വേണം. അപ്പോൾ ഇതുപോലെ 1/2 കിലോൻ്റെ ഒരു പാക്കറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കൊരു ബാഗ് നമുക്ക് അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം.
അപ്പോൾ ഇതിൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ ആ ഗ്രൂപ്പിലേക്ക് പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഗ്രൂപ്പിലേക്ക് നിങ്ങളെ ജോയിൻ ചെയ്യുന്നതാണ്. ഇനി അടുത്ത ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ബാഗ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നുള്ളതാണ്. ഒരുപാട് പേര് അതിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ അതായിരിക്കും ഇനി അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ രണ്ട് ബാഗ് ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് എന്തൊക്കെ വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം ഒരു പിടുത്തം കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.